الحمد لله المتفرد بالملك والخلق والتدبير، يعطي ويمنع وهو على كل شيء قدير، له الحكم وله الأمر وهو العليم الخبير، لا راد لقضائه ولا معقب لحكمه، وهو اللطيف القدير. وأشهد أن لا إله إلا الله وحده لا شريك له، شهادة تنجي قائلها صادقا من قلبه من أهوال يوم عظيم، يوم يقوم الناس لرب العالمين. وأشهد أن محمدا عبده ورسوله صاحب الشفاعة، ولا يدخل الجنة إلا من أطاعه، سيد الأولين والآخرين، صلى الله عليه وعلى آله وصحابته أجمعين، ومن سار على دربهم واقتفى أثرهم بإحسان إلى يوم الدين. اتقوا الله عباد الله، أوصي بنفسي وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن يمسسك الله بضر فلا كاشف له إلا هو، وإن يمسسك بخير وهو على كل شيء قدير. പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രപഞ്ചനാഥനെ പ്രകീർത്തിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ നല്ല അടിമകളുടെ ദാസന്മാരുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആമീൻ. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, നമ്മുടെയൊക്കെ വിശ്വാസം, അതായത് പരിശുദ്ധ ഇസ്ലാം ജീവിതത്തിന് ശാന്തിയും സമാധാനവും ഊടും ഭാവവും നൽകുന്ന മതമാണ്. വിശ്വാസരംഗത്ത് ഉണ്ടാകുന്ന വ്യതിചലനങ്ങളാണ് മനുഷ്യനെ വഴികേടിലേക്കും മറ്റും നയിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടം ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ പുരോഗമിച്ച ഒരു കാലഘട്ടമാണ് എന്ന് ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി അറിയുന്ന ഒന്നാണ്. പക്ഷേ അതിനനുയോജ്യമായ രീതിയിൽ അന്ധവിശ്വാസങ്ങളും അബദ്ധജടിലമായ വിശ്വാസങ്ങൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് ഞാനും നിങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടം. ദിനേന നമ്മൾ വായിക്കുന്ന പല വാർത്തകളും, പ്രത്യേകിച്ച് വ്യത്യസ്ത രൂപത്തിലുള്ള കൊലപാതകങ്ങൾ, അതെല്ലാം ആ കാരണത്തിന് പ്രത്യേകമായി കണ്ടെത്തുന്നത് മൂഢമായ അബദ്ധജടിലമായ അന്ധവിശ്വാസങ്ങളാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനും നിങ്ങളും വായിച്ച പത്രമാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞ 3 പേരെ കൊല്ലാൻ കാരണമായ ഒരു കാരണം, പാലക്കാട് ജില്ലയിൽ നമ്മൾ ആ ഒരു വാർത്ത കേട്ടവരാണ്. തൻ്റെ ഭാര്യ പിണങ്ങിപ്പോവാൻ കാരണം നീണ്ട മുടിയുള്ള ഒരു പെണ്ണ് കാരണമാണ് എന്ന് ഏതോ ജ്യോതിഷി പറഞ്ഞതിനാലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും മറ്റുള്ള ആളുകളെയും, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും മറ്റുള്ള ആളുകളെയൊക്കെ കൊന്നുകളഞ്ഞത്. 3 പേരെ ആ വ്യക്തി കൊന്നുകളഞ്ഞു. 2 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞതിൻ്റെ കാരണമായി അമ്മാവൻ വിശദമാക്കിയത്, പോലീസ് ഉദ്യോഗസ്ഥരോട് വിശദമാക്കിയത്, തനിക്കുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ നഷ്ടത്തിൻ്റെ കാരണം സ്വന്തം പെങ്ങളുടെ കുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ, അതിൻ്റെ ജനനമാണെന്ന് അറിഞ്ഞപ്പോൾ ആ ക്രൂരനായ അമ്മാവൻ ആ കുഞ്ഞിനെടുത്ത് കിണറ്റിലിട്ട സംഭവം മലപ്പുറം ജില്ലയിൽ നമ്മൾ കേട്ടതാണ്. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളറട എന്ന പ്രദേശത്ത് ഒരു അച്ഛനെ കഷ്ണം വെട്ടി തുണ്ടം തുണ്ടമാക്കി കൊല ചെയ്ത ആ 27-കാരൻ അവസാനം പോലീസ് ഉദ്യോഗസ്ഥരോട് അവൻ പറഞ്ഞത്,
ബ്ലാക്ക് മാജിക്കിൽ വിധേയനായിരുന്നു ആ ചെറുപ്പക്കാരൻ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊലപ്പെടുത്തിയത് എന്നാണ്. അന്ധവിശ്വാസങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയും മനുഷ്യന്റെ ജീവനെടുക്കുന്ന അവസ്ഥയിലേക്ക് ജ്യോതിഷം, ഭാവി, ഭൂതം പ്രവചിക്കുന്ന വ്യത്യസ്ത മതവിഭാഗങ്ങൾ തൻ്റെ കരാളഹസ്തങ്ങൾ നീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വക ഷർറുകളിൽ നിന്ന് നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ആമീൻ. വിശ്വാസികളായ മുസ്ലിങ്ങളായ ചില നാമധാരികൾ അതിൻ്റെ ഏറ്റവും ഉന്നതങ്ങളിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് വളരെ ദുഃഖകരമാണ്, ഭയാനകമാണ്, പേടിപ്പെടുത്തുന്നതാണ്. പുതിയ തലമുറയെ രക്ഷിതാക്കൾക്ക് തിരിച്ചറിയാൻ സാധ്യമാവാത്ത രൂപത്തിൽ അത് പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ കൈവശം അവരുടെ മൊബൈലുകളിൽ, അവരുടെ സംസാരങ്ങളിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ പോലും വ്യത്യസ്തമായ ചിന്തകളും സ്വഭാവങ്ങളുമാണ് പല രക്ഷിതാക്കളും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കൊറിയൻ സിനിമകളും അല്ലാത്ത സിനിമകളും ചൈനീസ് ബ്ലാക്ക് മാജിക്കുകളും ചില ക്ലബ്ബുകളിലൂടെയും മറ്റും എല്ലാം രക്ഷിതാക്കൾക്ക് പോലും കണ്ടെത്താൻ സാധ്യമാവാത്ത രൂപത്തിൽ നമ്മുടെ മക്കളുടെ തലച്ചോറുകളിൽ അത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ മുൻകരുതൽ നമുക്ക് അത്യാവശ്യമാണ്, അനിവാര്യമാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, ഇസ്ലാമികപരമായ പരിഹാരങ്ങളും അറിവുകളും മുൻകരുതലുകളും പഠിക്കൽ, അന്വേഷിക്കൽ, പഠിപ്പിക്കൽ അത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. പഠിപ്പിക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. ഞാൻ പഠിച്ച കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ അയൽവാസികളിൽ, എൻ്റെ വേണ്ടപ്പെട്ടവരിൽ ഈ അന്ധവിശ്വാസത്തിനെതിരെ, ഈ അനാചാരങ്ങൾക്കെതിരെ, ഈ മൂഢമായ ഈ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കേണ്ടതും പഠിപ്പിച്ചു കൊടുക്കേണ്ടതും നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങൾ തേടിയുള്ള നട്ടോട്ടത്തിലാണ് മനുഷ്യനുള്ളത്. ഓരോരുത്തർക്കും പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതിൽ പരിഹാരം എന്തെന്ന് അന്വേഷിക്കുന്നവരാണ് ഈ നിൽക്കുന്ന ഞാനും നിങ്ങളെല്ലാവരും. പ്രിയപ്പെട്ടവരെ, അത് ഇത്തരത്തിലുള്ള ജ്യോത്സ്യങ്ങളിലേക്കും ജ്യോതിഷങ്ങളിലേക്കും തങ്ങളിലേക്കും ബീവിമാരിലേക്കും ആശാരിമാരിലേക്കും കണക്ക് നോട്ടക്കാരിലേക്കും മഷിനോട്ടക്കാരിലേക്കും മറ്റു മനുഷ്യരെ അത് എത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നൊരു മോചനമുണ്ടായേ പറ്റൂ. ആ ഒരു മോചനമില്ല എങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് അത് കാലെടുത്ത് വെക്കും. അതുകൊണ്ട് തന്നെ മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിന് പരിശുദ്ധ ഇസ്ലാം തന്നെ അതിന് പരിഹാരം കാണിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് പരിഹാരം കാണിച്ചു തന്നിട്ടുണ്ട്. ഏതൊരു മുസ്ലിമിനും, ഏതൊരു വ്യക്തിക്കും പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ അതിനൊരു പരിഹാരം, പ്രിയപ്പെട്ടവരെ, അത് നിങ്ങളുടെ കയ്യിലുള്ള, നമ്മുടെ കയ്യിലുള്ള ആ പരിശുദ്ധ ഖുർആനിലുണ്ട്. പരിഹാര മാർഗങ്ങൾ അതിലുണ്ട്. അത് സമൂഹത്തിൽ പഠിപ്പിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പരിഹാരം എന്നുള്ളത്. അള്ളാഹുവിൽ നിന്ന് തെറ്റിപ്പോകുന്ന വിഷയമാണിത്. പ്രിയപ്പെട്ടവരെ, സൃഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കുന്നിടത്ത് സംഭവിച്ച പാളിച്ചയാണ് ഇത്തരത്തിലുള്ള ചൂഷണങ്ങളുടെ, തിന്മകളുടെ കേന്ദ്രങ്ങളിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു തആല ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ വ ഹബീബുനാ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു തആല പറയാം, ആ പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു തആല പറയാ, വഇയംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു. നബിയെ, നിനക്ക് അല്ലാഹു വല്ല ദോഷവും വരുത്തി വെക്കുകയാണ് എങ്കിൽ അത് നീക്കം ചെയ്യുവാൻ ആ റബ്ബല്ലാതെ, ആ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. പ്രവാചകരെ, ഒരു പ്രയാസം താങ്കൾക്ക് വന്നാൽ, ഒരു ബുദ്ധിമുട്ട് താങ്കൾക്ക് വന്നാൽ വരുത്തി വെക്കുകയാണ് എങ്കിൽ അത് നീക്കം ചെയ്യാൻ, മാറ്റപ്പെടുത്താൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വഇയംസസ്ക ബിഖൈരിൻ ഫഹുവ അലാ وَإِيَمْسَسْكَ بِخَيْرٍ فَهُوَ عَلَى كُلِّ شَيْءٍ قَدِيرٌ. നിനക്കവൻ വല്ല ഗുണവും വരുത്തുകയാണ് എങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഭാഗത്ത് നിന്ന് വല്ല ഗുണവും വല്ല സന്തോഷവും നിനക്ക് വരുത്തുകയാണെങ്കിലോ അവൻ ഏതൊരു കാര്യത്തിനും കഴിവുള്ളവനാണ്. ഖൈറും ഷർറും അത് നിന്റെ റബ്ബിങ്കൽ നിന്നുള്ളതാണ്. അതിനപ്പുറത്ത് സന്താന ലബ്ധിക്ക് വേണ്ടി, ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി, രോഗശമനത്തിന് വേണ്ടി, അങ്ങനെ പലതിനുമായി മനുഷ്യൻ എത്തിപ്പെടുന്നത് പല കേന്ദ്രങ്ങളിലേക്കാണ്. ആ കേന്ദ്രങ്ങളെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് ഔലിയാക്കളാവട്ടെ, ജ്യോത്സ്യന്മാരാവട്ടെ,
ബീവിമാരാവട്ടെ, തങ്ങന്മാരാവട്ടെ, അങ്ങനെ ഏതുമാവട്ടെ, ഏതു വിഭാഗമാവട്ടെ, അതെല്ലാം അള്ളാഹുവിൽ നിന്ന് അവന്റെ ഈ വിശ്വാസത്തിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കുന്നതാണ് എന്നതിൽ യാതൊരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെ ആവർത്തിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വീണ്ടും ആ കാര്യം ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് യൂനുസ് 107ാമത്തെ വചനത്തിലൂടെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅയ്യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു. നിനക്ക് അല്ലാഹു വല്ല ദോഷവും ഏൽപ്പിക്കുന്ന പക്ഷം അവനൊഴികെ നീക്കം ചെയ്യാൻ ഒരാളുമില്ല പ്രവാചകരെ. അല്ലാഹുവിന്റെ റസൂലിനോടാണെങ്കിൽ ലോക മനുഷ്യരാശിയോട് മുഴുവനുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്, അവൻ നിനക്ക് വല്ല ഗുണവും ഉദ്ദേശിക്കുന്ന പക്ഷം അവന്റെ അനുഗ്രഹം തട്ടിമാറ്റാൻ, അവന്റെ ഫദ്ലുണ്ടല്ലോ, അവന്റെ അനുഗ്രഹമുണ്ടല്ലോ, അത് തട്ടിമാറ്റാൻ ഒരാളുമില്ല, ഒരു മഖ്ലൂക്കിനും സാധ്യമല്ല. യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദിഹി, തന്റെ ദാസന്മാരിൽ നിന്ന് താൻ ഇച്ഛിക്കുന്നവർക്ക് അത് അനുഗ്രഹം അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഭവിപ്പിക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അത് ഖൈറാണെങ്കിലും ശരി, ഷർറാണെങ്കിലും ശരി, റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ളതാ. അതുകൊണ്ട് പരിഹാരം പടച്ചവന്റെ കയ്യിലാണുള്ളത്. എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ, ഒരു കഷ്ടത വരുമ്പോ, സങ്കടങ്ങൾ വരുമ്പോ, പ്രിയപ്പെട്ടവരെ, പരിഹാരമുള്ളത് റബ്ബിന്റെ കയ്യിൽ നിന്നാണ്. അതിനപ്പുറം ആരെങ്കിലും വല്ല പരിഹാരം തേടിയാലും അത് പരിഹാരത്തിലേക്കല്ല, പ്രതിസന്ധിയിലേക്കാണ് കൂപ്പുകുത്തുന്നത് എന്ന് ഞാനും നിങ്ങളും ചിന്തിക്കുക. ഈ വിശ്വാസത്തിന്റെ വ്യതിചലനമാണ് ആധുനിക സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനസ്സമാധാനം നഷ്ടപ്പെട്ടു. പല ആളുകൾക്കും മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെടുമ്പോൾ അവൻ എവിടേക്കാണ് എത്തി നോക്കുന്നത്? അതിൽ ചില തമാശകൾ നമുക്ക് കാണാൻ സാധിക്കും. പരിഹാരങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ എത്തിപ്പെടുന്നിടത്തുള്ള ചില തമാശകൾ. തൃശ്ശൂർ ടൗണിലാണെങ്കിലും, ഗുരുവായൂരാണെങ്കിലും, മലപ്പുറം ജില്ലയിലാണെങ്കിലും, ഏത് ഭാഗത്തിലാണെങ്കിലും എല്ലാ ടൗണുകളിലും കാണാം നമുക്ക്. എല്ലാ നഗരങ്ങളിലും തുണി വിരിച്ച് എഴുതി വെച്ചിട്ടുണ്ടാകും ഹസ്തരേഖാശാസ്ത്രം. കൈ നോക്കി നിങ്ങളുടെ ഭാവി പ്രവചിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ ജീവിക്കുന്ന സകലരുടെയും ഭാവി നോക്കാൻ ഇരിക്കുന്നവൾ അല്ലെങ്കിൽ ഇരിക്കുന്നവൻ റോഡരികിൽ പൊടിം പിടിച്ച് ഒരു അന്തവും കുന്തവും ഇല്ലാത്ത രൂപത്തിൽ, ആ രൂപത്തിലിരിക്കുന്ന ചില ആളുകളെ അവന്റെ ഭാവി എന്തെന്ന് പോലും അറിയാതെ ആ ഒരു സാധുവയിലും കൊണ്ട് മഴയും കൊണ്ട് പൊടി പിടിച്ചിരിക്കുന്ന ചില ആളുകളുടെ അടുക്കിലേക്കാണ് പല ആളുകളും നാണയത്തുട്ടുകൾ ഇട്ടുകൊടുത്തുകൊണ്ട് പണം നൽകിക്കൊണ്ട് അവന്റെ ഭാവി പ്രവചനങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടി അവൻ ചെന്നെത്തുന്നത്. ഇതുപോലെ അങ്ങാടികളിൽ വാടകയ്ക്ക് റൂം എടുത്ത് ജ്യോതിഷം എന്ന പേരിലും മുസ്ലിങ്ങൾക്കിടയിലുള്ള നാമധാരികളായ ചില ആളുകൾ കണക്ക് നോട്ടം അല്ലെങ്കിൽ മഷി നോട്ടം, ജ്യോതിഷം, ഇസ്മിന്റെ കെട്ട് അല്ലെങ്കിൽ ഇസ്മിന്റെ പണി എന്നുള്ള പേരിൽ എല്ലാ രീതിയിലും കൊലയാളികളും കൊള്ളയടിക്കാരും പോക്കറ്റടിക്കാരുമായ ആളുകൾ നമ്മുടെ ചുറ്റും ഇരിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടതില്ലേ? അതുകൊണ്ട് തന്നെ പല കാരണങ്ങളാൽ ആളുകളുടെ സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടിൽ ജീവിക്കുമ്പോൾ ലക്ഷങ്ങൾ മുടക്കി ഒരു പുതിയ വീടുണ്ടാക്കിയാൽ അതിനിടയിൽ ഒരു കുട്ടി മരണപ്പെട്ടു പോയാൽ, ഭാര്യയ്ക്ക് രോഗം ബാധിച്ചു കഴിഞ്ഞാൽ, ഉപ്പ മരണപ്പെട്ടു കഴിഞ്ഞാൽ, കാറൊന്ന് ഇടിച്ചു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അത്തരം ആളുകളുടെ അടുക്കൽ ചെല്ലുന്നു. ഇങ്ങനെയുള്ള ബീവിമാരുടെ അടുക്കലേക്കും തങ്ങന്മാരുടെ അടുക്കലേക്കും ജ്യോതിഷം പറയുന്ന ആളുകളുടെ അടുക്കലേക്കും കണക്ക് നോട്ടക്കാരുടെ അടുക്കലേക്കും ചെല്ലുന്നു. അവർ പറഞ്ഞു കൊടുക്കുന്നത്, ആ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നത്, ആ ശൈഖുന പറഞ്ഞു കൊടുക്കുന്നത് അടുക്കളയുടെ സ്ഥാനം അവിടെയെല്ലാം, വീടിന്റെ കട്ടില് അവിടെയല്ല വെക്കേണ്ടിയിരുന്നത്. ബാത്റൂമിൽ ഇവിടെ നിന്ന് മാറ്റണം, ഈ ബാത്റൂമിന്റെ സ്ഥാനം ഇവിടെ നിന്ന് മാറ്റണം. കിണർ അവിടെ പറ്റില്ല, അത് കന്നിമൂലയിലാണ്, അത് അവിടെ നിന്ന് മാറ്റിയാലേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുള്ളൂ. വീണ്ടും ലക്ഷങ്ങൾ ചെലവഴിക്കുന്നു, JCB കൊണ്ട് മാന്തി കളയുന്നു, പൊളിച്ചു കളയുന്നു. ഇതെല്ലാം പറഞ്ഞു കൊടുത്തത് ആരാ? ഈ ജ്യോതിഷം പറയുന്ന, ഈ ജ്യോത്സ്യം പറയുന്ന ഈ തങ്ങളും ഈ ആശാരിയും ഇതുപോലുള്ള ആളുകൾ. പ്രിയപ്പെട്ടവരെ, മാറേണ്ട നമ്മൾ തൊട്ടടുത്ത പ്രദേശം, സ്ഥലം ഞാൻ പറയുന്നില്ല, തൊട്ടടുത്ത പ്രദേശമാണ്. ഈ ഒരു സ്ഥലത്ത് 50-60 ലക്ഷം രൂപ മുടക്കി 2 നില വീടുണ്ടാക്കിയിട്ട് ആ വീട് ഉദ്ഘാടനത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ പിതാവ് മരണപ്പെട്ടു.
അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടപ്പോൾ എന്തത് പെട്ടെന്നൊരു മരണം സംഭവിച്ച് എന്നൊരു തോന്നൽ അയാൾക്ക് വന്നു. ശേഷം ചെന്നെത്തിയത് ഒരു ഉസ്താദിൻ്റെ അടുക്കലേക്കാണ്. ഉസ്താദ് പറഞ്ഞു കൊടുത്തത്, ആ വീടിൻ്റെ തറ ഇരുന്ന ഭാഗം അത് ശരിയല്ല, ആ തറയുടെ സ്ഥാനം ശരിയല്ല. പ്രിയപ്പെട്ടവരെ, ആ 60 ലക്ഷം 2 മാസം 3 മാസം ആയിട്ടില്ല, അപ്പത്തേക്കും ആ വീട് പൊളിച്ചു മാറ്റി, തറയോടുകൂടി പൊളിച്ചു മാറ്റി വീണ്ടും പുതിയൊരു വീട്, ഒരു തറ അദ്ദേഹം അവിടെ ഇട്ടു എന്നുള്ളതാണ്. ആരാണ് ഈ സമൂഹത്തെ വഞ്ചിച്ചു കൊണ്ടിരിക്കുന്നത്? റബ്ബിന്റെ അധ്യാപനങ്ങളിൽ എവിടെയെങ്കിലും, റബ്ബിന്റെ പ്രവാചകന്റെ വചനങ്ങളിൽ, അധ്യാപനങ്ങളിൽ എവിടെയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആശയമോ ഒരു വരികളോ കാണിക്കാൻ ഏതെങ്കിലും തങ്ങന്മാർക്കോ ഉസ്താദുമാർക്കോ അതേപോലെയുള്ള വലിയകൾക്കോ ശൈഖുനമാർക്കോ കാണിക്കാൻ സാധിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. എന്നിട്ട് അവരുടെ അടുക്കൽ ചെല്ലുന്നു, സങ്കടങ്ങൾ പറയുന്നു, പ്രയാസങ്ങൾ പറയുന്നു, സമാധാനം കിട്ടുമോ? അതുമില്ല. വീണ്ടും വീണ്ടും പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇത്രക്കാരായ ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്ന ആ ഒരു സമയത്ത് എന്താണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്? ഏത് സമീപനമാണ് നമ്മൾ നിർവഹിക്കേണ്ടത്? പരിശുദ്ധ ഖുർആൻ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും സമാധാനം തരുന്നുണ്ട്. നമുക്ക് വരുന്ന പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികളിൽ എങ്ങനെയാണ് തരണം ചെയ്യേണ്ടത്, അവിടെ എങ്ങനെയാണ് സമാധാനം നിങ്ങൾക്ക് ലഭിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരുന്നു. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഓരോ വ്യക്തിയും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. ഒരു പരീക്ഷണം എന്ന നിലയിൽ തിന്മ കൊണ്ടും നന്മ കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെങ്കിൽ, 70 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെങ്കിൽ, 40 വയസ്സ് വരെ ജീവിച്ചിരിക്കുമെങ്കിൽ ഖൈറുണ്ടാകും, ഷർറുണ്ടാകും. അത് അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാ. വഇലൈനാ തുർജഊൻ, നിങ്ങളൊക്കെ എൻ്റെ അടുക്കലേക്കാണ്, നിങ്ങൾ മടക്കപ്പെടുന്നത് നിങ്ങളുടെ റബ്ബിങ്കിലേക്കാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടായാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഖൈറും ഷർറും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. അത് പടച്ചവൻ്റെ അരികിൽ നിന്നാണ് എന്നൊരു ബോധം വിശ്വാസികൾക്കുണ്ടായാൽ അവിടെ വിജയം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ബാത്റൂം ആ മൂലയിലായതുകൊണ്ടല്ല, എൻ്റെ വീടിൻ്റെ കിണറിൻ്റെ അടുക്കളയുടെ ഭാഗത്ത് കൊണ്ടാണ്, അടുക്കളയുടെ ഭാഗത്താണ് കിണർ വന്നത്, അതുകൊണ്ടല്ല വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഞാനൊരു പുതിയ വാഹനം മേടിച്ചത് കൊണ്ടല്ല, എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാഹനം മേടിച്ചത് കൊണ്ടല്ല എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടായത്. എൻ്റെ ജീവിതം നടക്കുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ആ നിലക്കാണ് ഞാനും നിങ്ങളും ചെയ്യേണ്ടതും പ്രവർത്തിക്കേണ്ടതും ചിന്തിക്കേണ്ടതും. അതുപോലെ തന്നെയാണ് മറ്റു ചിലർ മനുഷ്യരോട് ഉപദേശിക്കാറുള്ളത്. ശൈത്താന്റെ പ്രയാസം ഉള്ളത് കൊണ്ടാണ് നീ ഇപ്പോൾ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അത് പൊട്ടിയുടെ വരവുണ്ട്, ആ ഒരു ഭാഗത്ത് അതിൽ പൊട്ടിയുടെ പോക്ക് വരവുണ്ട്, ജിന്നിന്റെ പോക്ക് വരവുണ്ട്, കരിങ്കുട്ടിയുണ്ട് എന്നിങ്ങനെയുള്ള പൈശാചിക കാരണങ്ങൾ. തീർച്ചയായും പൈശാചിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, ഇല്ല എന്നുള്ളതല്ല, ഒരിക്കലും അതില്ല എന്ന് പറയുന്നുമില്ല. പക്ഷേ അതിനുള്ള പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ആ പരിഹാര മാർഗം നമ്മുടെ ജീവിതത്തിലില്ല, ആ പരിഹാര മാർഗങ്ങൾ നമ്മുടെ ഭാഗങ്ങളിലില്ല, നമ്മൾ അതിനെക്കുറിച്ച് പറയാറുമില്ല. ഇന്ന ശൈത്വാന ലക്കും അദുവ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തീർച്ചയായും പിശാച് നിങ്ങളുടെ ശത്രുവാകുന്നു. ഫത്തഖിദൂഹു അദുവ, അതിനാൽ അവനെ നിങ്ങൾ ശത്രുവായി തന്നെ ഗണിക്കണം, ശൈത്താനിനെ ശൈത്താനായി തന്നെ നിങ്ങൾ പരിഗണിക്കണം. ഇന്നമാ യദ്ഉ ഹിസ്ബ ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, അവൻ തന്റെ പക്ഷക്കാരായ ആളുകളെ, ശൈത്താന്റെ ആളുകളെ അവൻ ക്ഷണിക്കുന്നത് അവൻ നരകാവകാശികളുടെ കൂട്ടത്തിലേക്കാണ്. അതിനു വേണ്ടിയാണ് അവൻ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ശൈത്താന്റെ ആളുകളായി മാറരുത്. അതിൽ നിന്ന് രക്ഷ തേടാനുള്ള വഴികളുണ്ട്, ധാരാളക്കണക്കിന് ദുആകളുണ്ട്, ദിക്റുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. അത് ഇസ്ലാം നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇസ്തിആദതു ബില്ലാഹി മിൻഹു, പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് തുടരെ നിങ്ങൾ അല്ലാഹുവിനോട് കാവലിനെ ചോദിക്കുക. അത് വിശുദ്ധ ഖുർആനാണ്, അത് ദിക്റുകളാണ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്, അല്ലാഹുവേ സൃഷ്ടിച്ച എല്ലാത്തിൻ്റെയും തിന്മകളിൽ നിന്ന്, ഉപദ്രവങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ? രാവിലെ പ്രഭാതത്തിൽ പ്രദോഷത്തിൽ നമ്മൾ ആ ദുആ പങ്കുവെക്കാറുണ്ട് റബ്ബിന്റെ മുമ്പിൽ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ ശൈത്താന്റെ ശർറുകൾ ഉണ്ടാവില്ല, മറ്റുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ആ പ്രാർത്ഥന ഇല്ലാത്തതിന്റെ പേരിൽ
ആളുകൾ മറ്റുള്ള ആളുകളുടെ അടുക്കിലേക്ക് പോകുന്നു. പ്രയാസങ്ങൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ തീർന്നില്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോഴുള്ള ഒരു പ്രാർത്ഥന, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ എല്ലാം രക്ഷ തേടിക്കൊണ്ട്, അല്ലാഹുൽ ഭരമേൽപ്പിച്ചുകൊണ്ട്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവുമില്ല എന്ന് പ്രാർത്ഥിക്കുന്ന വിശ്വാസിക്ക് പിന്നെ ആരെയാണ് ഭയപ്പെടേണ്ടത്? ആരിലൂടെയാണ് നമ്മൾ ആരോടാണ് നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും പറയേണ്ടത്? അള്ളാഹുവിനോട് പങ്കുവെച്ചു കഴിഞ്ഞു, അള്ളാഹുൽ ഭരമേൽപ്പിച്ചു കഴിഞ്ഞു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും യാതൊരു കഴിവുമില്ല എന്ന് പറയുന്ന വിശ്വാസിക്ക് അവന്റെ ജീവിതത്തിൽ ഇതുപോലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, ഫയഖൂലു യഅനി അശ്ശൈത്താൻ ലിശ്ശൈത്താൻ ആഖർ കൈഫ ലക ബിറജുലിൻ ഖദ് ഹുദിയ വഖുഫിയ വഉഖിയ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരിക, അതായത് ഈ ഒരു പ്രാർത്ഥന, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നൊരാൾ പ്രാർത്ഥിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ കാര്യത്തിൽ ശൈത്താൻ പറയും, ഇനി ഇവന്റെ കാര്യത്തിൽ പരിശ്രമിച്ചിട്ട് കാര്യമില്ല, ഇവനെ നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് ബുദ്ധിമുട്ടിക്കാൻ സാധിക്കുന്നത്? കാരണം അവൻ റബ്ബിങ്കിലാണ്, അള്ളാഹുവിലാണ് അവൻ ഭരമേൽപ്പിച്ചിട്ടുള്ളത് എന്ന്. ഇനി എവിടെയാണ് മനുഷ്യൻ ഭരമേൽപ്പിക്കേണ്ടത്? വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂത്ത്. ഒരിക്കലും മരിക്കാതെ ജീവിച്ചിരിക്കുന്നവനെ നീ ഭരമേൽപ്പിക്കുക. മരിച്ചു കിടക്കുന്നവരെയല്ല, ഖബറുകളിൽ കിടക്കുന്നവരെയല്ല, ആ ആളുകളെയല്ല, മറിച്ച് അള്ളാഹുവിനെ മാത്രം. ഏതെങ്കിലും പച്ചത്തുണി വിരിച്ചിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നീ നിന്റെ നാണയത്തുട്ടുകൾ എറിഞ്ഞതുകൊണ്ട്, നേർച്ചകളും വഴിപാടുകളും നടത്തിയതുകൊണ്ട് നിനക്ക് രക്ഷ കിട്ടുകയില്ല, നിനക്ക് ശാന്തിയും സമാധാനവും കിട്ടുകയില്ല. അത് അള്ളാഹുവിൽ മാത്രം അർപ്പിക്കേണ്ട ഒന്നാണ്. ആ കിടക്കുന്നവരെല്ലാം മരിച്ചവരാ. ഈ ഭൂമിയിലുള്ള ഏതൊരാളും അവന് ഒന്നും അറിയുന്നില്ല എന്നുള്ളത് വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചു തന്നു. വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹുവിന് പുറമെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെയും തനിക്ക് ഉത്തരം നൽകാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവരാരുണ്ട് എന്ന. മൺമറഞ്ഞു പോയ ആളുകൾ, ഖബറുകളിൽ കിടക്കുന്ന ആളുകൾ, അവരോട് ചെന്ന് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും പറയുന്ന ആളുകൾ, പ്രിയപ്പെട്ടവരെ, അവരെക്കാൾ വഴിപിഴച്ചവർ മറ്റാരുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾ ഉണർത്തുകയാണ്. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. പ്രാർത്ഥനയെ പറ്റി ബോധമില്ലാത്തവരാകുന്നു ഇക്കൂട്ടരായിട്ടുള്ള ആളുകൾ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരു പല്ലി കുരച്ചത് കൊണ്ട്, പല്ല് കൊക്കിയത് കൊണ്ട്, എൻ്റെ വീടിൻ്റെ മുന്നിലൂടെ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങുന്ന സമയത്ത് ഒരു കറുത്ത പൂച്ച ഓടിയത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. വിശ്വാസികൾ ആ ഒരു വിഷയത്തിൽ നല്ല രൂപത്തിൽ കണിശത പുലർത്തേണ്ടതുണ്ട്. വീടിൻ്റെ ബാത്റൂമോ അല്ലെങ്കിൽ അടുക്കളയുടെ ഭാഗത്ത് കിണറോ വന്നത് കൊണ്ടല്ല എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്. പടച്ച റബ്ബ് ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ആ കാര്യം മാത്രമേ നടക്കുകയുള്ളൂ. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ. ഓരോ കാര്യത്തിനും അല്ലാഹു ഒരു ക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ ഉണർത്തുകയാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പൈശാചിക ജ്യോതിഷ മന്ത്രവാദികളുടെ ഷർറുകളിൽ നിന്ന് മാറേണ്ടത് എൻ്റെയും നിങ്ങളുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ബാധ്യതയാണ്. പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തെ ബോധ്യപ്പെടുത്തുക, സമൂഹത്തെ ബോധ്യപ്പെടുത്തുക. ഇത്തരത്തിലുള്ള ളാലിമീങ്ങളുടെ ഷർറിൽ നിന്ന്, ഫിത്നയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന വൽ മുസ്ലിമാത് മിൻ കുല്ലി ഖതീഅത്തിൻ വഇദ് ഫസ്തഗ്ഫിറൂഹു വതൂബൂ ഇലൈഹി ഇന്ന റബ്ബി ലഗഫൂറുർ റഹീം. الحمد لله خلق فسوى وقدر فهدى وصلى الله وسلم على نبي الرحمة والهدى وعلى آله وصحبه ومن اقتفى. اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ വാഹനങ്ങൾക്ക് ഏതെങ്കിലും ജാറങ്ങളിൽ നിന്ന് ഊതിക്കെട്ടിയ ആ ഒരു പച്ച നാട കൊണ്ട് ഒരിക്കലും വരാനിരിക്കുന്ന അപകടത്തെ തടുക്കാൻ സാധ്യമല്ല. പല ആളുകളുടെയും ബൈക്കിലും
കാറിൻ്റെ സ്റ്റെയറിങ്ങിലും ഇതുപോലുള്ള ഒരു പച്ചകെട്ട് നമുക്ക് കാണാൻ സാധ്യമാണ്. വീട്ടിൽ തൂക്കിയിട്ട യാസീനിൻ്റെ ഫോട്ടോ കോപ്പിയോ അല്ലെങ്കിൽ അതുപോലുള്ള അസ്മാഇൻ്റെ അള്ളാഹുവിൻ്റെ ഇസ്മുകളുടെ പേരുകൾ തൂക്കിയിട്ടത് കൊണ്ട് ആ വീടിനൊരു കാവലോ സംരക്ഷണമോ ഇല്ല. വാഹനത്തിൽ ആയത്തുൽ കുർസിയും യാസീനും അസ്മാഉകളും തൂക്കിയിട്ടാൽ അപകടം വരാനിരിക്കുന്നത് തടയുന്നതുമില്ല. ഇതുപോലുള്ള ചിന്താഗതികളിൽ നിന്ന് നമ്മൾ മാറണം. സഹോദരങ്ങളോട് വളരെ സ്നേഹത്തോടു കൂടി ഒരു ആയത്ത് പരിചയപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നു, ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, എങ്കിൽ അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ കെട്ട് കൊണ്ടുവരുന്നത്, ഈ പച്ചക്കെട്ട് കൊണ്ടുവരുന്നത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ജാറങ്ങളിൽ നിന്നായിരിക്കും. അല്ല എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. അവിടെയുള്ള വലിയന്റെ, അവിടെയുള്ള ഷേഖിന്റെ, ആ മൺമറഞ്ഞു പോയ ആ ഒരു സാധുവായ ആ ഒരു മനുഷ്യന്റെ പേരിലാണ് ഇതുപോലുള്ള കെട്ടുകൾ ഊതി നമ്മുടെ വാഹനത്തിലേക്ക് കെട്ടാൻ വേണ്ടി 50, 100, 500 കൊടുത്തുകൊണ്ട് നമ്മൾ കെട്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നിങ്ങൾ ആ വിളിച്ചു പ്രാർത്ഥിക്കുന്നവയെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ ഹൽ ഹുന്ന കാശിഫാതുർ, എനിക്ക് വല്ല ഉപദ്രവവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ, എനിക്ക് വല്ല ഉപദ്രവവും, എൻ്റെ കാർ ഇടിക്കാൻ, എൻ്റെ ബൈക്ക് ഇടിക്കാൻ, ഞാനൊന്ന് വഴിക്ക് വീഴാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ അവയ്ക്ക് അവൻ്റെ ഉപദ്രവം നീക്കാൻ സാധ്യമല്ല എന്ന എൻ്റെ കയ്യിൽ ഒരു കെട്ട് കെട്ടിയിട്ടുണ്ട് എങ്കിൽ, എൻ്റെ വാഹനത്തിൽ ഒരു പച്ചകെട്ട് ഞാൻ കെട്ടിയിട്ടുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ വസ്തുവിനെ കൊണ്ട്, ആ സാധനത്തിനെ കൊണ്ട് നിനക്ക് ഒരു ഉപകാരവും അതുകൊണ്ട് നിനക്ക് സാധ്യമല്ല. ഔ അറാദനിയ ബിറഹ്മതിൻ ഹൽ ഹുന്ന മുംസിഖാതു റഹ്മതി, അല്ലെങ്കിൽ അവൻ എനിക്ക് വല്ല അനുഗ്രഹവും ചെയ്യുവാൻ ഉദ്ദേശിച്ചാൽ അവയ്ക്ക് അവൻ്റെ അനുഗ്രഹം പിടിച്ചു വെക്കാനുമാവില്ല. ഈ സാധനത്തിന് ഒന്ന് നേടിത്തരാനോ ഒന്നിൽ നിന്ന് തടുക്കുവാനോ സാധ്യമല്ല എന്നർത്ഥം. അത് ഏതാണെങ്കിലും ശരി, മരണപ്പെട്ടു പോയ ആളുകളോടാണെങ്കിലും ശരി, ഇതേപോലെ ഉറുക്കുകളും ഏലസുകളും ഐക്കല്ലുകളും നാടുകളും കെട്ടുന്നവരാണെങ്കിലും ശരി, ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാൻ അവയ്ക്കൊണ്ടൊന്നും സാധ്യമല്ല. മറിച്ച് ഞാനും നിങ്ങളും പറയേണ്ടത് ഖുൽ ഹസ്ബി അല്ലാഹ്. ഇബ്രാഹിം നബി തീ കുണ്ടാരത്തിൽ നിന്ന് പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് എൻ്റെ റബ്ബ് മതി, അലൈഹി തവക്കൽ, എനിക്ക് തവക്കുലാക്കാൻ എനിക്ക് എൻ്റെ റബ്ബ് മതി എന്ന് പറയുന്ന വിശ്വാസിക്ക്, പ്രിയപ്പെട്ടവരെ, റബ്ബ് അവൻ്റെ കൂടെ ഉണ്ടാകും. അലൈഹി യതവക്കലുൽ മുതവക്കലൂൻ, അവൻ്റെ മേലാകുന്നു ഭരമേൽപ്പിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ മേലാണ് ആരെങ്കിലും തവക്കുലാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവൻ തവക്കുലാക്കേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ഉണർത്തുകയാണ്. മറ്റൊരു പ്രാർത്ഥന കൂടെ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന വിശ്വാസികൾ നിർബന്ധമായും പ്രാർത്ഥിക്കേണ്ടുന്ന, കാണാതെ പഠിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. അപകടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, മറ്റുള്ള ആളുകളുടെ ഉപദ്രവങ്ങളിൽ നിന്ന്, ഉപദ്രവിക്കപ്പെടുന്നതിൽ നിന്ന് രക്ഷ നേടാൻ പഠിപ്പിച്ചു തന്ന വല്ലാത്തൊരു പ്രാർത്ഥന ഒരു പക്ഷെ നമുക്കൊക്കെ അറിയാവുന്നതായിരിക്കാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മി ബൈതി ഖത്തുൻ ഇല്ലാ റഫഅ തറഫഹു ഇല സമാഇ ഫഖാൽ, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് 2 കരങ്ങളും ഉയർത്തി പ്രവാചകൻ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലാഹുമ്മ അഊദു ബിക അൻ ഉദില്ല ഔ ഉദല്ല, അല്ലാഹുവേ, ഞാൻ വഴി തെറ്റുകയോ തെറ്റിക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഔ അസല്ല ഔ ഉസല്ല, ഞാൻ വ്യതിചലിക്കുകയോ വ്യതിയാനത്തിന് വിധേയമാക്കപ്പെടുകയോ ചെയ്യുന്നതിൽ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. ഔ അദ്ലിമ ഔ ഉദ്ലമ, ഞാൻ ആക്രമിക്കുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്യുന്നതിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. ഔ അജ്ഹല ഔ യുജ്ഹല അലൈ, ഞാൻ വിവേകം ചെയ്യുകയോ അവിവേകത്തിന് വിധേയമാക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു എന്ന് ഈ ഒരു പ്രാർത്ഥന നമ്മൾ പഠിക്കണം. ഈ ഒരു പ്രാർത്ഥന പഠിച്ചാൽ പ്രയാസങ്ങളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, വരാനിരിക്കുന്ന വിപത്തുകളിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാവട്ടെ, ജന്തുക്കളാവട്ടെ, മറ്റിതര രൂപങ്ങളിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സംരക്ഷണം നൽകുമെന്ന് ഈ ലോകത്തിന്റെ നേതാവ്, ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന അഷ്റഫുൽ ഖൽഖ് സയ്യിദുന ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ പിന്നെ എന്തിനാ കൂട്ടരെ നമ്മൾ ഇങ്ങനെയുള്ള ആളുകളുടെ അടുക്കലേക്ക് പോകുന്നത്?
അള്ളാഹു പോരെ നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പറയാൻ, പ്രയാസങ്ങൾ പറയാൻ. കൈ മലർത്തിക്കൊണ്ട്, കൈ ഉയർത്തിക്കൊണ്ട് റബ്ബിനോട് ചോദിച്ചാൽ ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ചോദിക്കാത്തതിന്റെ പ്രശ്നം നമ്മുടെ മുമ്പിലുള്ളൂ. പരിഹാര തേട്ടത്തിന് അള്ളാഹു മാത്രം നമുക്ക് മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം, അതിൽ നിന്നെല്ലാം അള്ളാഹു ഒരു മോചനം നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും മാരകമായ അസുഖങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു നമ്മെ വരെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, അങ്ങനെ ഒട്ടനവധി ആദർശ സുഹൃത്തുക്കൾ അടക്കം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم انصر المجاهدين في سبيلك في فلسطين اللهم انصر المجاهدين في سبيلك في فلسطين وفي كل مكان يا رب العالمين. اللهم فك حصارهم وأصلح أحوالهم واقبض عدوهم. اللهم حدد المسجد الأقصى من ظلم الظالمين وعدوان المحتلين واجعله شامخا عزيزا إلى يوم الدين. اللهم استر عيوبنا ويسر أمورنا وبلغنا فيما يرضيك آمالنا. اللهم اغفر لنا ولوالدينا ووالديهم وذرياتهم وأزواجنا وذرياتنا إنك سميع الدعاء. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. أعاد الله علينا وعليكم وعلى المسلمين باليمن والإيمان. اللهم أحينا مؤمنين وتوفنا مسلمين وألحقنا بالصالحين. اللهم تقبل توبتنا واغسل حوبتنا وطهر قلوبنا وارحم أمواتنا وارحم أمواتنا وارحم أمواتنا واشف مرضانا واشف مرضانا واقض ديوبنا واقض ديوننا واهد ضالنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصل اللهم على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.